അങ്ങ് ഫിനാൻസ് കമ്മീഷന്റെ 15ാമത് ഫിനാൻസ് കമ്മീഷൻ 16ാമത് ഫിനാൻസ് കമ്മീഷനായ മാറിയ കാര്യവും ഞങ്ങൾക്ക് 1.92 കിട്ടിയെന്നും പറഞ്ഞു. അതിനൊന്നും ഞാനിപ്പോൾ മറുപടി പറയുന്നില്ല. ഈ സംസ്ഥാനത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു ധവളപത്രം സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് വരുന്നുണ്ട്. മനസ്സിലായോ? വരുന്നുണ്ട്. ഇതിനൊക്കെയുള്ള മറുപടി അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ പറഞ്ഞതിനൊക്കെയുള്ള മറുപടി, കൃത്യമായ മറുപടി അതിൻ്റെ അകത്തുനിന്നുണ്ട്. അന്ന് കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടി, ഇന്ന് കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള കാര്യം ഞാനത് വൈറ്റ് പേപ്പറിൽ സഭയുടെ മുമ്പിൽ വെക്കേണ്ട ഒരു സുപ്രധാനമായ രേഖയാണ്. ആ വൈറ്റ് പേപ്പറിലുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള പരിമിതികളുണ്ട്. അത് അനൗചിത്യവുമാണ്, ഒരു ഇംപ്രോപ്രൈറ്റി അതിൻ്റെ അകത്തുണ്ട്, അത് നേരത്തെ പറഞ്ഞാൽ. അതുകൊണ്ട് ആ പേപ്പർ വയ്ക്കുമ്പോൾ വളരെ കൃത്യമായ കാര്യങ്ങൾ പറയും. കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടി, ഇപ്പോൾ എന്ത് 16ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ എന്ത് കിട്ടുന്നില്ല എന്നൊക്കെ കൃത്യമായി അങ്ങ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്ലാൻ ഉണ്ടല്ലോ, അതാണല്ലോ ഇപ്പൊ ഞങ്ങളുടെ തോളത്തിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ വിശദമായി ആ ഫിസ്ക്കൽ ഹെൽത്തിനെ കുറിച്ച് ഞങ്ങളതൊരു ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ പേപ്പർ, അത് ഈ കേരളത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ പേപ്പറാണ്. അതിനുള്ള മറുപടി ഉണ്ടാവും. അതുകൊണ്ട് ഈ കാര്യം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവുമില്ല എന്ന് ഞാൻ ബഹുമാനപൂർവ്വം അങ്ങേ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ചെയർ കരുതുന്നതിനാൽ ഉപക്ഷേപം അവതരിപ്പിക്കുന്നതിന് അനുമതി നിഷേധിക്കുന്നു. വളരെ നിർഭാഗ്യകരമായ സമീപനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം പ്രശ്നത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ ഒരു മുഖവുര പറഞ്ഞു നിർത്തുന്ന നിലയാണ് സ്വീകരിച്ചത് എന്നാണ് തോന്നുന്നത്. സർ, ഇവിടെ പെട്രോൾ ഡീസൽ വില വർധനവ് അതീവ ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു, ഇനിയും ആ പ്രതിസന്ധി വർദ്ധിക്കാനാണ് പോകുന്നത്. അത്രയും ഗുരുതരമായ സാഹചര്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശരിയായ രീതിയിൽ സൂചിപ്പിച്ചു. ഇതിനിടയാക്കിയത് പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത പ്രതിസന്ധിയാണ്, യുദ്ധ സാഹചര്യം. സർ, യുദ്ധത്തിന് മുൻപ് ഉള്ള 3 വർഷം എണ്ണവില വീപ്പക്ക് $70 പക്ഷേ അപ്പോഴും നമ്മുടെ രാജ്യത്ത് എണ്ണവിലയിൽ ഒരു കുറവുണ്ടായില്ല. വർധനവ് ആ സമയത്ത് നിലനിൽക്കുകയായിരുന്നു. ഇത് സംഭവിച്ചത് എണ്ണവിലയുടെ പൂർണ്ണ നിയന്ത്രണാധികാരം ഒരു കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് കയ്യിലായിരുന്നു. അത് ആ അധികാരം ഉപേക്ഷിച്ച് എണ്ണ കമ്പനികൾക്ക് ആ അധികാരം നൽകിയത് പഴയ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ കാലത്തായിരുന്നു. അമേരിക്കയുടെ താല്പര്യത്തിനു വേണ്ടി ഇറക്കുമതി പാടില്ല എന്ന് ട്രംപ് കൽപ്പിച്ചപ്പോൾ അതിന് കീഴ്വഴങ്ങുന്ന നിലയാണ് NDA ഗവൺമെൻറ് സ്വീകരിച്ചത്. സർ, നമ്മുടെ രാജ്യത്ത് ഇതിൻ്റെ ഭാഗമായി ആകെ വിലവർദ്ധനമാണ് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും രാസവളം മുതൽ കൃഷി, യാത്ര, ചരക്ക് ഗതാഗതം, അങ്ങനെ എല്ലാ മേഖലകളിലും രൂക്ഷമായ വിലവർദ്ധനവുണ്ടായിരിക്കുന്നു. വൻതോതിലുള്ള പണപ്പെരുപ്പം രൂക്ഷമാവുകയും ചെയ്തിരിക്കുന്നു. അതൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ സമ്മതിക്കുന്നുണ്ട്. സർ, ഇവിടെ